ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ വൈൽഡ് കാർഡ് മത്സരാർത്ഥിയായി എത്തിയപ്പോൾ വേദലക്ഷ്മി നടത്തിയ പരാമർശങ്ങൾ വീണ്ടും വിവാദമാകുന്നു. LGBTQ+ കമ്മ്യൂണിറ്റിക്കെതിരായ പരാമർശങ്ങളെ ചൊല്ലിയായിരുന്നു വിവാദങ്ങൾ ഉടലെടുത്തത്. മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ് വുമണുമായ രഞ്ജു രഞ്ജിമാർ നടത്തിയ വിമർശനങ്ങളാണ് വേദലക്ഷ്മിയെ വീണ്ടും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. തനിക്ക് എല്ലാ വിഭാഗങ്ങളെയും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത് തന്റെ വ്യക്തിപരമായ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നും വ്യക്തമാക്കി വേദലക്ഷ്മി രൂക്ഷ വിമർശനങ്ങൾക്ക് മറുപടിയുമായി വീഡിയോയുമായി രംഗത്തെത്തി. തന്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ച് പുറത്തുവിട്ട വീഡിയോയിലും എന്താണ് LGBTQ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് വേദലക്ഷ്മി അതേ നിലപാട് ആവർത്തിച്ചു. ഇതിൽ LGയെയും GBയെയും DQവിനെയും ഒക്കെ നോർമലൈസ് ചെയ്യുന്നുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന സംശയവും ലക്ഷ്മി പ്രകടമാക്കി. രഞ്ജുവിനേത് LGBTQ മാത്രമായിരിക്കും. ഒരു വിഭാഗത്തെ അംഗീകരിക്കുന്നതിലൂടെ മറ്റെല്ലാ വിഭാഗങ്ങളെയും നോർമലൈസ് ചെയ്യാൻ തനിക്ക് സാധിക്കില്ലെന്നും ഈ നിലപാട് ആരുടെയും മുന്നിൽ തുറന്നു പറയാൻ തനിക്ക് മടിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ബിഗ് ബോസ് ഹൗസിലുള്ളപ്പോൾ ലെസ്ബിയൻ ദമ്പതികളായ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ വേദലക്ഷ്മി നടത്തിയ പരാമർശങ്ങളാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഇത്തരത്തിലുള്ളവരെ വീട്ടിൽ കയറ്റില്ല എന്നായിരുന്നു അവരെന്ന് പറഞ്ഞത്. മകൻ ജനിച്ചതിന് ശേഷമാണ് താൻ ഇതേക്കുറിച്ച് കൂടുതൽ പഠിച്ചതെന്നും വേദലക്ഷ്മി പറഞ്ഞിരുന്നു. വേദലക്ഷ്മിയുടെ ഈ പരാമർശങ്ങൾക്കെതിരെ രഞ്ജു രഞ്ജിമാർ ശക്തമായ വിമർശനവും ഉന്നയിച്ചിരുന്നു. നീയൊക്കെ പട്ടികളാണ്, അവിടെ ഇരുന്നാൽ മതി എന്ന ധ്വനിയാണ് വേദലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്ന് തനിക്ക് അനുഭവപ്പെട്ടതെന്ന് രഞ്ജു പറഞ്ഞിരുന്നു. തന്റെ പേര് പരാമർശിച്ചിരുന്നെങ്കിൽ ഏതറ്റം വരെയും കേസിന് പോകുകയും ശാരീരികമായി നേരിടുകയും ചെയ്യുമായിരുന്നെന്നും ജാൻമണി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വേദലക്ഷ്മി തീർന്നേനെയെന്നും രഞ്ജു ഭീഷണി മുഴക്കിയിരുന്നു. എന്റെ പേര് പരാമർശിച്ചിട്ടാണ് അത് പറഞ്ഞിരുന്നതെങ്കിൽ ഏതറ്റം വരെയും കേസിന് പോയാലും അടിച്ച് ഞാൻ ചെകിട് പൊട്ടിച്ചിട്ടേ അവിടെ നിന്ന് ഇറങ്ങും എന്നാണ് രഞ്ജു രഞ്ജിമാർ ഒരു അഭിമുഖത്തിൽ വേദലക്ഷ്മിക്കെതിരെ പറഞ്ഞത്. അതും ലക്ഷ്മി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടിയാണ് വേദലക്ഷ്മി വീഡിയോയിലൂടെ പങ്കുവച്ചത്.